Today we are discussing about theory of diffraction grating. What do you mean by diffraction? So diffraction grating എന്ന് പറയുന്നത്, so diffraction means bending of light around an opaque obstacle. So diffraction grating means the equidistant transparent medium. Okay. So അങ്ങനെ ഒരു equidistant transparent മീഡിയത്തിന്റെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. So ഈ ഒരു വിഡ്ത്ത്, അതിന്റെ വിഡ്ത്ത് ഞാൻ ബി ആയിട്ടും the width of transparent space is b, the width of opaque space is c. അതായത് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് അതിന്റെ വിഡ്ത്ത് ആണ് സ്മോൾ ബി. അതുപോലെ തന്നെ ലൈറ്റ് കടത്തി വിടാത്ത ഒപ്പക് ആയിട്ടുള്ള ഈ ഒരു വിഡ്ത്ത് അതിനെയാണ് സി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, അതായത് ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കുന്നതാണ്. അപ്പൊ ഈ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ 1 ഇഞ്ചില് അബൌട്ട് 15,000 ലൈൻസ്, അതായത് 1 ഇഞ്ച് സ്പേസില് 15,000 ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ക്ലാസ് പേജിൽ അത്തരം ലൈൻസ് വരച്ച അതിനെയാണ് നമ്മൾ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ പോയിന്റ് സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും മെയിനായിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ പാരലൽ റേസ് ആക്കി മാറ്റും, അതായത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആക്കി മാറ്റും. ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട്, ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നത്. സോ അങ്ങനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്ന സമയത്ത് ഇതിലൂടെ വരുന്നിട്ട് പിന്നെ വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ്. അങ്ങനെയുള്ള സെക്കൻഡറി വേവ് ഫ്രണ്ട് ഡിഫ്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് കിട്ടുന്നത്. ഓക്കെ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്പാരന്റ് സ്പേസ്, ദിസ് ഈസ് ഒപ്പക് സ്പേസ്. ട്രാൻസ്പാരന്റ് സ്പേസിന്റെ വിഡ്ത്ത് ബി ആണ്, ഒപ്പക് സ്പേസിന്റെ സി ആണ്. ഓക്കെ. സോ ഇവിടെ നിന്നാണ് സോഴ്സിൽ നിന്നാണ് ലൈറ്റ് വരിക. ആ ലൈറ്റിനെ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത്തില് ഡിസ്റ്റൻസില് വെച്ചിട്ട് ആ ലൈറ്റിനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആക്കി മാറ്റും. സോ അങ്ങനെയുള്ള പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്രേറ്റിംഗ്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രാൻക്ഹോഫർ ഡിഫ്രാക്ഷൻ അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ ഞാനൊരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ വരുന്ന സെക്കൻഡറി വേവ് ലെങ്സ്, ആക്ച്വലി ഇതിലൂടെ ലൈറ്റ് വരുന്ന സമയത്ത് പിന്നെ ഇത് ഇന്റർഫിയർ ചെയ്യുന്നത് എന്താ, സെക്കൻഡറി വേവ് ലെങ്സ് കൊണ്ടാണ്. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ് ലെങ്സ്, ആ സെക്കൻഡറി വേവ് ലെങ്സിന്റെ കോമ്പിനേഷൻ, ആ കോമ്പിനേഷനാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് മാത്രം വരുന്ന സെക്കൻഡറി വേവ് ലെങ്സിന്റെ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനെ R1 എന്ന് പറയുന്നു. അല്ലേ, R1. That R1 equal to A sin alpha by alpha. That is equation number 1. Okay. Then നമുക്കറിയാം ഇവിടെ എന്താണ് പാത്ത് ഡിഫറൻസ്. ഇവിടുന്ന് വരുന്ന സെക്കൻഡറി വേവ് ലെങ്സും അതുപോലെ ഇവിടുത്തെ സെക്കൻഡറി വേവ് ലെങ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, S2m1. അതായത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു S2m1 അല്ലെങ്കിൽ എന്താ, S3m2. സോ ഈ ഡിഫറൻസ് തന്നെയാണ് ഈ ഡിഫറൻസ്. ഓക്കെ. അപ്പൊ എക്സെട്ര ഈ രീതിയിൽ എത്ര വരെ പോകും, SN ഓക്കെ, SN m(n)-1. ഇതാണ് പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, B plus C sin θ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കറിയാം ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ അതും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ തമ്മിലുള്ള റിലേഷൻ ആൽഫ ഈക്വൽ ടു പൈ ബി ബൈ ലാംഡ ഇൻടു സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അതായത് ആൽഫ എന്ന് പറയുന്ന ആംഗിളും അതുപോലെ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് ആൽഫ ഈക്വൽ പൈ ബി ബൈ ലാംഡ ഇൻടു സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. Okay. Then according to Fraunhofer diffraction, അപ്പോൾ അവിടെ നമ്മളൊരു റിസൾട്ടന്റ്
ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു A sin okay n delta by 2 divided by sin delta by 2. ഇതാണ് ഫ്രാക്ഷൻ ഓഫ് ഡിഫ്രാക്ഷനിൽ നമുക്ക് കിട്ടിയ റിസൾട്ട്. Okay, that is equation number 4. Okay, then we know that the phase difference, the relation between phase difference and path difference. എന്താണ് phase difference എന്ന് പറയുന്നത്? എന്തായിരിക്കും? 2pi by lambda into path difference. Path difference നമ്മൾ b plus c sin dt ആണ്, അല്ലേ? b plus c sin dt. So this is phi. ഇതിനെയാണ് നമ്മൾ phi എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 2 ബീറ്റ എന്ന് പറയുന്ന ഒരു ടേം കൂടി കൊടുക്കുന്നു. സോ ഫൈ ഈക്വൽ 2 ബീറ്റ ഈക്വൽ ടു 2π ബൈ ലാംഡ ബി പ്ലസ് സി സൈൻ ബീറ്റ. ഓക്കെ ഓക്കെ ദെൻ ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ n ഡെൽറ്റ ബൈ 2 എന്നുള്ളത് ഇത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി എന്ത് ചെയ്യാം? ഈ r ഈക്വൽ ടു ഇവിടെ ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ വരുന്ന സെക്കൻഡറി വേവ് ലെങ്ത്സ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് r1. ഓക്കെ, സോ r ഈക്വൽ ടു r1 ഇൻറ്റു സൈൻ ഓക്കെ സൈൻ n phi by 2. n എന്ന് പറയുന്നത് ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്, നമ്പർ ഓഫ് ട്രാൻസ്പാരന്റ് ലൈൻസ് ഉണ്ട്. നമുക്കറിയാം ഇത്തരം ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗില് 1 ഇഞ്ചിൽ തന്നെ 15,000 അത്രയും ലൈൻസ് നമ്മൾ അതിൽ വരക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടർ വെച്ചിട്ടൊക്കെ വരക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് r ഈക്വൽ ടു r1 ഇൻറ്റു സൈൻ n5 by 2 ഡിവൈഡ് ബൈ സൈൻ 5 by 2. അതായത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനെ ഓരോന്നിന്റെ വരുന്ന ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ഓരോ സെക്കൻഡറി വേവ്ലെറ്റ്സ്, ആ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ടേമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, ദെൻ അടുത്തത് എന്താ ചെയ്യുന്നത്? അടുത്ത് ചെയ്യുന്നത് നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് എന്താ? 5 ഈക്വൽ 2 ബീറ്റ. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 5 by 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 5 by 2 എന്ന് കാണുന്നുണ്ടാവും. ഈ 5 by 2 എന്ന് കാണുന്നത് നമ്മൾ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? r1 അല്ലേ? r1 sin ഓക്കെ sin ബീറ്റ ഡിവൈഡ് ബൈ എന്താ? sin ബീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇനി ഞാൻ r1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് r ഈക്വൽ ടു r1 ന്റെ വാല്യൂ എത്രയാ? a sin ആൽഫ ബൈ ആൽഫ, പിന്നെ sin ഓക്കെ n ബീറ്റ, ഇവിടെ ഒരു n ഉണ്ടാവും, n ബീറ്റ sin n ബീറ്റ ഡിവൈഡ് ബൈ sin ബീറ്റ. Okay, this is the final expression. So r equal to, അതായത് p എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a sin ആൽഫ ബൈ ആൽഫ. അതായത് ഈ a എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ വരുന്ന സെക്കൻഡറി വേവ്ലെങ്ത്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ക്യാപിറ്റൽ A. ഓക്കെ, ദെൻ ആൽഫ എന്ന് പറയുന്നത് എന്താ? ആൽഫയും അതുപോലെ ഈ തീറ്റയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൽഫ ഈക്വൽ പൈ ബി ബൈ ലാംഡ ഇൻടു സൈൻ തീറ്റ. That's sin alpha by alpha. Then into sin n beta by sin beta. Beta എന്ന് പറയുന്നത് 5 by 2 ആണ്, ഫേസിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ടേം റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ഓരോ പെർട്ടിക്കുലർ ആംഗിൾ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, അത്രയും ആംഗിളിൽ വരുന്ന അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. Then sin n beta by sin beta എന്ന് പറയുന്നതോ, അത് കാരണം ഇവിടുന്ന് ഈ സെക്കൻഡറി വേവ് ലെങ്ത്സ്, ഇവിടുന്ന് വരുന്ന സെക്കൻഡറി വേവ് ലെങ്ത്സ് മാത്രമല്ല, അതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ് ലെങ്ത്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതാണ് ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്നത്, sin n beta by sin beta. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇത് പറയാം. നമ്മള് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ലാർജ് നമ്പർ ഓഫ് ട്രാൻസ്പാരന്റ് ലൈൻസ്, അതായത് ഇക്വിഡിസ്റ്റൻസ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ഒപ്പക് ലൈൻസ് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടാവും.
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു അറേഞ്ച്മെന്റിലൂടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് പോകുന്ന സമയത്ത് ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്താ ചെയ്യുക, ഇവിടുന്ന് ഒരു സെക്കൻഡറി വേവ്ലെറ്റ്സിനെയാണ് പിന്നെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ടാവും. ആ സെക്കൻഡറി വേവ്ലെറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഗ്രേറ്റിംഗില് നമുക്ക് ലൈൻസ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് ലൈറ്റ് സെക്കൻഡറി വേവ്ലെറ്റ്സ് വരുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് R1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ A sin alpha by alpha. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. Then ഇവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് S2m1. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു S3m2 etc. That is equal to Sn mn minus 1. So this is path difference. ഈ path difference എന്ന് പറയുന്നത് that is equal b plus c sin theta. So b plus c sin theta is known as grating element. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? Grating element. Okay, then we know that the relation between alpha and theta, that is alpha equal pi b by lambda into sin theta. Okay, that is equation number 3. Then according to Fraunhofer diffraction, Fraunhofer diffraction resultant amplitude in the equation ഇങ്ങനെയാണ് വന്നത്. R equal to A sin n delta by 2 divided by sin delta by 2. Okay, then we know that the phase difference, the relation between phase difference and path difference equal to, that is phase difference equal to 2 pi by lambda into path difference. Okay, that is phi equal to 2 pi by lambda into b plus c sin theta. This is the path difference. Okay, then ഇതിനെ ഈ phase difference നെ ഞാൻ 2 beta എന്ന് കൊടുക്കുന്നു. So phi equal to 2 beta equal to 2 pi by lambda b plus c sin theta. Okay, that means beta equal 5 by 2. Okay, ആ ഒരു ടേം ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Then ഇതാണ് നമ്മുടെ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. സോ ഇത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. നമ്മളത് ഈ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഒരു ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡിന്റെ ടേംസിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ R equal to R1 into sin capital N 5 by 2 divided by sin 5 by 2. Here capital N is the total number of lines in the gratings. എത്ര ലൈൻസ് ആണ് ഉള്ളത് അതിനെയാണ് ഞാൻ ഇവിടെ ക്യാപിറ്റൽ N ആയിട്ട് represent ചെയ്തത്. Then phi is the phase angle. Then R equal to R1 sin, okay, sin capital N beta divided by sin beta. Okay, കാരണം beta എന്ന് പറയുന്നത് 5 by 2 ആണ്. Then ഈ R1 ന്റെ വാല്യൂ എനിക്കറിയാം, ഇതാണ് R1 ന്റെ വാല്യൂ. ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then equation become R equal to A sin alpha by alpha into sin capital N beta by b sin beta. So this is the final amplitude. ഇവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, അതായത് ഓരോ സിംഗിൾ ഇവിടുന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ഓരോന്നിന്റെ ആംപ്ലിറ്റ്യൂഡും, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടുന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് ഇത്തരം ട്രാൻസ്പാരന്റ് സ്പേസിലൂടെ വരുന്ന ആംപ്ലിറ്റ്യൂഡും, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻ, ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ്. സോ ഫസ്റ്റ് ടേം കാണിക്കുന്നത് അതായത് ഒരു സിംഗിൾ വെടുത്തിലൂടെ സെപ്പറേഷനിലൂടെ വരുന്ന ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഇത് മറ്റ് സെക്കൻഡറി വേവ്ലെറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ ദാറ്റ് ഇക്വേഷൻ ഈക്വൽ ടു ഇക്വേഷൻ 6. Okay, this is equation 6. So this is the amplitude. Okay, resultant amplitude ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 6 ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. R equal to A sin alpha by alpha sin n beta by sin beta. Then we know that intensity. അവിടെ എന്താണ് intensity? എന്തായിരിക്കും? Intensity എന്ന് പറയുന്നത് amplitude square ആണ്. That is I equal to R square. Okay, അപ്പോൾ എന്താ വരിക? A square sin square alpha divided by alpha square. Okay, then sin square n beta divided by sin square beta. Okay, so this is equation number 7. So 7 represents the intensity. അപ്പോൾ p എന്ന് പറയുന്ന പോയിന്റിലാണ് intensity. That is r square equal to a square sin square alpha divided by alpha square into sin square n beta divided by sin square beta. Okay, then ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമം ഇന്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് കണ്ടീഷൻ? മാക്സിമം ഇന്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടേം,
സോ ഈ ടേമിൽ മാക്സിമം വാല്യൂ 1 ആണ്, കാരണം ഇവിടെയാണ് സൈൻ കൂടുതൽ വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n ബീറ്റ അല്ലെങ്കിൽ ലിമിറ്റ് ബീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈ. അങ്ങനെ വരുമ്പോഴാണ് ഈ ടേം 1 ആയിട്ട് മാറുന്നത് അല്ലേ. അതെന്താ വരിക? ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ n ബീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ ബീറ്റ. ഓക്കെ, അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ വരും. അതായത് സൈൻ സ്ക്വയർ ബീറ്റ ഡിവൈഡ് ബൈ sin square n beta divided by sin square beta, that is n square വരും. അപ്പോൾ equation become I equal to a square sin square alpha divided by alpha square, അല്ലേ, alpha square into capital N square. That is equation number 8. Okay, അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷൻ ബീറ്റ ഈക്വൽ പ്ലസ് ഓർ മൈനസ് n5 അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് എന്താ? ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് 5/2 ആണ്. 5 എന്ന് പറയുന്നത് 2π ലാംഡ അല്ലേ. 5 നമുക്കറിയാം. 5 എന്താ? 5 ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു b പ്ലസ് c sin θ. ഇതാണ് 5. അങ്ങനെയാണെങ്കിൽ 5/2 ആണ് ബീറ്റ. അപ്പോൾ ബീറ്റ എന്താ? ബീറ്റ ഈക്വൽ ടു 5 ലാംഡ ഓക്കേ b പ്ലസ് c ഇൻറ്റു sin θ. ഇതാണ് നമ്മുടെ ബീറ്റ. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് n π എന്നാ പറയുന്നത്, അതായത് മാക്സിമം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ പ്ലസ് ഓർ മൈനസ് n π ഈക്വൽ ടു എന്താ വരിക? പൈ ബൈ ലാംഡ ഓക്കെ ഇൻറ്റു ബി പ്ലസ് സി സൈൻ തീറ്റ. അവിടെ പൈ പോയി അല്ലേ. അപ്പോൾ എന്താ വരിക? ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. പ്ലസ് ഓർ മൈനസ് ലാംഡ n ലാംഡ പ്ലസ് ഓർ മൈനസ് n ലാംഡ അതിനെ ഇവിടെ മാറ്റിയില്ല. plus or minus n lambda, that is equal to b plus c sin theta. b plus c sin theta. Okay. So that is equation number 9 കൊടുക്കാം. 9. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക n എന്തൊക്കെ വാല്യൂ കൊടുക്കുക. n equal to 0 1 2 3 ആണ്. അപ്പോൾ ഇത് 0 ആണെങ്കിൽ സെൻട്രൽ മാക്സിമം, 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ അല്ലേ, ഫസ്റ്റ് ഓർഡർ മാക്സിമം, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ n 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? n 0 ആണെങ്കിൽ θ എന്തായിരിക്കും? n equal to 0, that is θ is equal to 0 and sin 0 equal 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സെന്ററിലേക്ക് വരുന്ന, അപ്പം 0 എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ് 0 എന്നാൽ എല്ലാ ലൈറ്റും സെന്ററിലേക്ക് വന്നിട്ട് പതിക്കുന്നുണ്ടാവും. സോ അവിടെ നല്ല ബ്രൈറ്റ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ഇത് പറയാം. ഇക്വേഷൻ 6 റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്നുള്ള എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് r equal to a sin alpha by alpha into sin n beta by sin theta. That is equation number 6. Then we know that the intensity equal to square of the amplitude, that is I equal to r square, that is equal to a square sin square alpha divided by alpha square the sin square n beta divided by sin square beta. Okay, so ഇതിന്റെ ഇന്റൻസിറ്റി അത് മാക്സിമം മിനിമം വരാം. അപ്പോൾ മാക്സിമയുടെ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നത് ബീറ്റ ഈക്വൽ പ്ലസ് ഓർ മൈനസ് n പൈ, ദാറ്റ് ഈസ് sin square n beta divided by, അതായത് ലിമിറ്റ് ബീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈ sin square n beta by sin square beta, അതിന്റെ വാല്യൂ n സ്ക്വയർ എന്നാണ് വരിക. ഓക്കേ, അപ്പോൾ എന്താവും? മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ടേം ഇത് n സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ I equal to a square sin square alpha by alpha square into x square. That is equation number 8. Okay, then we know that phi equal to 2 pi lambda into b plus c sin theta. That phase difference, path difference തമ്മിലുള്ള relation. Then we know that beta equal 5/2. അപ്പോൾ എന്താ beta equal 5 by lambda into b plus c sin theta. Then beta എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ? plus or minus n pi. plus or minus n pi equal pi by lambda into b plus c sin theta. അപ്പോൾ pi cancel അല്ലേ. അപ്പോൾ എന്താ വരും? plus or minus n lambda equal b plus c sin theta. That is equation number 9. So ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ. n equal 0 1 2 3 etc. When n equal to 0, that means the phase difference equal to 0 എന്ന് പറയുമ്പോൾ that point is known as c. അതാണ് c. അപ്പോൾ c എന്ന് പറയുന്ന പോയിന്റിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. then അതിനുശേഷം മാക്സിമ, ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ അങ്ങനെ രണ്ട് ഭാഗത്തും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ, അതുപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്.
ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. I equal a sin square alpha divided by alpha square sin square n beta divided by sin beta. Okay. ഇനി നമുക്ക് മിനിമയുടെ കണ്ടീഷൻ നോക്കാം. എന്താണ് മിനിമയുടെ കണ്ടീഷൻ? കണ്ടീഷൻ ഫോർ മിനിമ. ഓക്കേ. മിനിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് sin n beta that is equal to 0. n beta 0 ആയിരിക്കണം. At the same time sin beta not equal to 0. Sin beta not equal to 0. Okay. Sin n beta equals 0 and sin beta not equal to 0. This is the condition for minima. Okay. നമുക്ക് നോക്കാം sin n beta 0 ആകുമ്പോൾ beta നമുക്ക് എന്താ beta equal to pi by lambda b plus c sin beta. ഇതാണ് ബീറ്റയുടെ വാല്യൂ. അങ്ങനെയാണ് n beta എന്തായിരിക്കും? n beta equal to n pi by lambda okay b plus c sin beta. Okay. So അതെന്തായിരിക്കണം? n beta എന്തായിരിക്കണം? 0. n beta 0 ആണെങ്കിൽ എന്തായിരിക്കും? That is beta equal to എന്തായിരിക്കും? That is plus or minus n pi i. Okay. അതായത് n beta എന്ന് പറയുന്നത് sin n beta equal to 0. n beta എന്ന് പറയുന്നത് എന്തായിരിക്കും? plus or minus n pi i. n ബീറ്റയുടെ വാല്യൂ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ n ബീറ്റയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് m പൈ ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. m ന്റെ വാല്യൂ ഏതൊക്കെ ആവരുത്? 0 1n അതുപോലെ 2n 3n ഈ വാല്യൂ ഒന്നും m ന് കൊടുക്കരുത്. ഓക്കേ. ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാക്സിമം വരിക. ഈ വാല്യൂ ഒഴികെ മറ്റ് വാല്യൂ അത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ മിനിമ. അതാണ് മിനിമയുടെ കണ്ടീഷൻ. ഓക്കെ. ഇനി ഈ വാല്യൂ കൊടുത്താൽ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് m പൈ. m പൈ ഈക്വൽ ടു എന്ത് കൊടുക്കാം? പ്ലസ് ഓർ മൈനസ് m പൈ ഈക്വൽ ടു n പൈ ബൈ ലാംഡ ഓക്കെ b പ്ലസ് c sin beta. അപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ആയി. അപ്പോൾ പ്ലസ് ഓർ മൈനസ് m ഈക്വൽ ടു n ബൈ ലാംഡ b പ്ലസ് c sin beta. ഓക്കെ. അപ്പോൾ എന്താ ഈ ലാംഡ ഇങ്ങോട്ട് എടുക്കുന്നത്? ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് m ലാംഡ ഈക്വൽ ടു n ഓക്കെ b പ്ലസ് c sin beta. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്ലസ് ഓർ മൈനസ് m ലാംഡ ഈക്വൽ ടു n ഇൻടു b പ്ലസ് c sin beta. ഇവിടെ m ന്റെ വാല്യൂ ഏതൊക്കെ വരരുത്? 0 വരരുത്. 1n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, അതായത് 2n 2 ടൈംസ് ലൈൻസ്, അതുപോലെ 3n. ഈ വാല്യൂ ഒഴികെ ബാക്കി വാല്യൂ നമ്മൾ m ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ മിനിമം. അത് മിനിമം ആയിരിക്കും. ഇനി ഈ വാല്യൂ കൊടുത്താൽ എന്താ സംഭവിക്കുക? നോക്കാം. ഞാൻ m ന് എന്ത് കൊടുക്കുന്നു? m ന് 1n എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് m ന് n കൊടുക്കുന്നു. അതായത് n ലാംഡ ഈക്വൽ ടു ഓക്കേ n ഇൻടു b plus c sin beta. നോക്കൂ ഇവിടെ n ക്യാൻസൽ ആവും. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ ഈക്വൽ ടു b plus c sin beta. So this is the condition for maximum. ഇത് മാക്സിമയുടെ കണ്ടീഷനാണ്. ഓക്കെ. മാക്സിമയുടെ കണ്ടീഷനാണ്. അപ്പം നമ്മൾ ഇവിടെ m പൈക്ക് നമ്മൾ m ന് ഏതൊക്കെ വാല്യൂ കൊടുക്കരുത്? 0 1n 2n 3n ഈ വാല്യൂ നമ്മൾ കൊടുക്കരുത്. പിന്നെ ഒന്നുകൂടി പറയാം. ഇന്റൻസിറ്റി ഇവിടെ എഴുതിയിരിക്കുന്ന ഇന്റൻസിറ്റി ഇക്വേഷൻ a sin square alpha divided by alpha square sin square n beta by sin beta. ഓക്കെ. ദെൻ മിനിമയുടെ കണ്ടീഷനിലേക്കാണ് പോകുന്നത്. മിനിമയുടെ കണ്ടീഷൻ sin n beta equal to 0 at the same time sin beta not equal to 0. ഇങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് മിനിമം നമുക്ക് കിട്ടുന്നത്. Then we know that beta equal to pi by lambda b plus c sin beta. That is n beta equal to n pi by lambda b plus c sin beta. Okay. That is n beta equal to കാരണം n beta sin n beta 0 ആണെങ്കിൽ n beta എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് n pi ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് ഓർ മൈനസ് m pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m pi equal to n pi by lambda b plus c sin beta. That is
pi cancel, plus or minus m lambda equal to capital N b plus c sin theta. Okay, അവിടെ n cancel ചെയ്തു പോകുന്നു, plus or minus lambda equal to b plus c sin theta. Okay, so ഇവിടെ n കൊടുക്കുകയാണെങ്കിൽ അത് മാക്സിമയുടെ കണ്ടീഷൻ ആയിരിക്കും. Okay, next one secondary maximum. നമ്മുടെ ഗ്രേറ്റിംഗിന്റെ ഇന്റൻസിറ്റി, അതായത് മാക്സിമ മിനിമയുടെ ഇന്റൻസിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ദിസ് ഈസ് മാക്സിമ, അതുപോലെ തന്നെ ഈ സെക്കൻഡറി മാക്സിമ. അപ്പം അതായത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് n, അതായത് 0 n-നും ഇടയിൽ, മാക്സിമം നമ്പർ ഓഫ് ലൈൻസിനും ഇടയിൽ n-1 മിനിമയും അതുപോലെ തന്നെ n-2 മാക്സിമം ഉണ്ടാവും. n-1 minimum and n-2 maximum in between 0 and n. Similarly, in between n and 2n, that is two consecutive ആയിട്ടുള്ള രണ്ട് മാക്സിമയുടെ ഇടയിൽ, അതായത് n-1 മിനിമം അതുപോലെ n-2 മാക്സിമം, അതായത് സെക്കൻഡറി മാക്സിമം സെക്കൻഡറി മിനിമം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഇതാണ് സെൻട്രൽ ഉണ്ടാകുന്ന മാക്സിമം, ദെൻ ഇത് സെക്കൻഡറി മാക്സിമം. ഓക്കെ, ഈ രീതിയിലാണ് ഇത് പോകുന്നത്. സോ ദിസ് ഈസ് സെക്കൻഡറി മിനിമം. ഓക്കെ, ടു പ്രിൻസിപ്പൽ മാക്സിമിനിടയിൽ ലാർജ് നമ്പർ ഓഫ് സെക്കൻഡറി മിനിമ ആൻഡ് സെക്കൻഡറി മാക്സിമം ഉണ്ടാവും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ബിറ്റ്വീൻ ടു കൺസെക്യൂട്ടീവ് പ്രിൻസിപ്പൽ മാക്സിമ 0n ഇത്ര ഇങ്ങനെയുള്ള പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇടയിൽ n-1 മിനിമം ഉണ്ടാവും, n-2 മാക്സിമം ഉണ്ടാവും. അതുപോലെ തന്നെ 1 and 2n ആ പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇടയിൽ n-1 മിനിമം ഉണ്ടാവും, n-2 മാക്സിമം ഉണ്ടാവും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓഫ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഫോർ നോർമൽ ഇൻസിഡൻസ്. നോർമൽ ഇൻസിഡൻസ് പറഞ്ഞ ലൈറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൽ വന്ന് പതിക്കും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്നത് മാക്സിമം നമ്പർ ഓഫ് ഗ്രേറ്റിംഗ് ലൈൻസിന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം ഫോർ പ്രിൻസിപ്പൽ മാക്സിമം ബി പ്ലസ് സി സൈൻ തീറ്റയിലുള്ള എല്ലാം ഉണ്ടാവും. പ്രിൻസിപ്പൽ മാക്സിമയിൽ ബി പ്ലസ് സി സൈൻ തീറ്റ എന്നിക്കുള്ള എല്ലാം ഉണ്ട്, n equal 0 1 2 3. അപ്പൊ ഇതിൽ n ഈക്വൽ ടു എന്തായിരിക്കും? n ഈക്വൽ ടു ബി പ്ലസ് സി സൈൻ തീറ്റ n ബൈ ലാംഡ. ഇതാണ് n. അപ്പൊ ഈ n ന്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ഇത് നമുക്ക് അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇവിടെയാണ് നമുക്ക് വേരിയേഷൻ വരുത്താൻ പറ്റുക. അതായത് സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. അത് ഏതിലാണ്? തീറ്റ n equal pi by 2 അല്ലേ? തീറ്റ n equal pi by 2 then sin തീറ്റ n equal 1. അപ്പം നോർമൽ ഇൻസിഡൻസിലാണെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം നമ്പർ ഓഫ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഇൻസിഡൻസ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ലൈൻസ്, അതിലുള്ള എല്ലാ നമ്പർ ഓഫ് ലൈൻസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, മറ്റ് നോർമൽ ഇൻസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് അതിന്റെ കോൺട്രിബ്യൂഷൻ കുറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രേറ്റിംഗിൽ പഠിക്കുന്നത്.